നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്ന രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുന്നു. തനിക്ക് താങ്ങും തണലുമായി അവൻ എന്നും കൂടെ ഉണ്ടാവുമെന്ന് അവൻ ഉറപ്പായിരുന്നു. ഒരാൾ പിടിക്കപ്പെടുന്നത് വരെ മാത്രം. ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും തനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന് ലൂക്കയ്ക്ക് നല്ല ഉറപ്പായിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ അച്ഛൻ നഷ്ടമായ ലൂക്ക രണ്ടാനച്ഛൻ്റെ വരവ് ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അവൻ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പരമാവധി ശ്രമിച്ചു. ഒരുപക്ഷെ അവന് അത് സ്വന്തം കുടുംബമായി അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എന്റെ പേര് ലൂക്ക. എനിക്കിന്ന് 20 വയസ്സാവും. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും പരിഹാസവും എനിക്കിഷ്ടമല്ല. അമ്മ, ഞാൻ കോളേജിൽ പോണേണ്ടാ? ഹേയ് മിസ്റ്റർ, ഇവിടെ നിന്നെ. തന്റെ ഫോൺ ഓടിയിട്ടിട്ട് പോയി. നിക്കടാ അവിടെ. ആ ഫോൺ ഇങ്ങടെ തന്നെ. സ്വന്തം ടീച്ചറുടെ ഫോൺ വരെ അടിച്ചുകൊണ്ട് പോയാണ്. ഞാൻ ചെയ്തിട്ടില്ല. നീ ഒന്നും മിണ്ടണ്ട. സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരട്ടെ, എന്നിട്ട് വിടാം. ഫോൺ തിരിച്ചു കിട്ടിയ ഭാഗ്യം. താങ്ക് യു സാർ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാ, തല തെറിച്ചതുങ്ങളാ. ടീച്ചറാണെന്നുള്ള ഒരു ബഹുമാനമേ തന്നില്ല. ഇവന്മാരൊക്കെ ഇങ്ങനെയാണെങ്കിൽ വലുതാവുമ്പോ ആരാവും? ഞാനല്ല ടീച്ചറുടെ ഫോൺ എടുത്തത്. ആ കള്ളൻ എന്നെ എടുത്തിട്ടിട്ട് പോയതാണ്. നീ അധികം ഷോ ഒന്നും ഓർക്കണ്ട. വീട്ടിലെ നമ്പർ പറഞ്ഞേ. ലൂക്ക കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. അവനെത്ര സത്യം പറഞ്ഞാലും ഈ ലോകം അതൊന്നും വിശ്വസിക്കുമായിരുന്നില്ല. പോലീസുകാരൻ അവൻ്റെ അച്ഛനെ വിളിച്ചു. ലൂക്കയ്ക്ക് രണ്ടാനച്ഛനെ വളരെയധികം പേടിയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുമെന്ന് ലൂക്കയ്ക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ഇത് എൻ്റെ അവസാന വാണിംഗാണ്. അവനെ നന്നായിട്ട് വളർത്തിക്കൊള്ളണം. ഇന്ന് അവനൊരു ഫോൺ കെട്ട്, നാളെ അവൻ ആരാവും? സോറി സാർ, ഈ തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. അച്ഛാ, ഞാനല്ല ഫോൺ കെട്ടത്. നീ എന്നെ അച്ഛാന്ന് വിളിക്കാൻ നിന്റെ അമ്മേനെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പുറത്തുനിന്നുള്ള നോക്കുമ്പോ ഒരു ഭാര്യയും ഭർത്താവും, അത്രയുള്ള ബന്ധമുള്ളൂ ഞങ്ങൾ തമ്മില്. നിന്റെ അമ്മയ്ക്ക് കൂട്ടില്ലായിരുന്നപ്പോ ഒരു കൂട്ടായിട്ട് ഞാൻ വന്ന്. അല്ലാണ്ട് നിന്റെ പ്രശ്നങ്ങളുടെ പുറകെ പോകാനും അത് സോൾവ് ചെയ്യാനൊന്നും എനിക്ക് നേരമില്ല. ഇനി മേലാൽ അങ്ങനെ വിളിച്ചു പോരുത്. സോറി മിസ്റ്റർ ജോൺ. കുഞ്ഞുനാളിൽ തന്നെ അച്ഛൻ മരിച്ച ലൂക്ക അമ്മ ഒരു അന്യപുരുഷനുമായി താമസിക്കുന്നത് കണ്ടു നിൽക്കാൻ സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും അവൻ കുറേ കുറ്റങ്ങളും പരിഹാസപ്പെടുത്തലും കേട്ടിട്ടുണ്ട്. അവന് സ്വന്തമെന്ന് പറയാൻ അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ അമ്മയായിരുന്നു അവനെല്ലാം. അവൻ കാരണം അമ്മ കരയരുതെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് അവൻ ചെയ്യാത്ത കുറ്റത്തിന് ഇരയാകേണ്ടി വന്നു. എടാ, നിന്റെ അച്ഛൻ ജോൺ നല്ല ഭാഗ്യവാനാണ്ടാ. നിന്റെ അമ്മേനെ കിട്ടില്ലേ? ഞങ്ങൾക്കും കിട്ടുമോ ആ ഭാഗ്യം? എടി, നീ അറിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കണ ലൂക്ക നമ്മുടെ സീനിയേഴ്സിനെ പിടിച്ചിടിച്ച് ഭയങ്കര സീനായിരുന്നു. ഒരാളുടെ കയ്യും കാൽക്കൊടിഞ്ഞാണ്ടെന്നാ പറയണത്. ഏത്? നമ്മുടെ ക്ലാസ്സിൽ പഠിക്കണ ലൂക്കേ? അവൻ ശരിക്കും മിണ്ടണത് പോലെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അവൻ പാവണെന്നാ ഞാൻ വിചാരിച്ചേ. ആ, ഭയങ്കര പ്രശ്നമായിരുന്നു. എല്ലാരും ഉണ്ടായി. അവൻ അച്ഛമ്മിന്റെ റൂമിലാപ്പ. മറ്റേ ചേട്ടനുള്ള ഒരാള് ആശുപത്രിയിലാന്ന് പറയുന്നുണ്ട്. നിങ്ങളെ പോലത്തെ പിള്ളേരാണ് ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കണേ. ലൂക്കെ, നിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കമ്പ്യൂട്ടർ മേജറിലെ ഏറ്റവും നല്ല കൊച്ചു നീയായിരുന്നു. നിനക്കെന്താ പറ്റിയേ? ഇനി എന്തായാലും 1 മാസത്തേക്ക് കോളേജിലേക്ക് വരണ്ട. സസ്പെൻഷനാണ്. ലെക്സി, നിന്നോടും കൂടിയാണ്. ഇങ്ങനത്തെ ഒരു തല തെറിച്ച വെച്ച് വേറെ ഒരു സ്ഥലത്തുമില്ല. നന്നായിട്ട് പഠിക്കുമെന്ന് വെച്ചിട്ട് എന്തും കാണിക്കാന്നാ? 1 മാസത്തേക്ക് ഇനി രണ്ടും കോളേജിലേക്ക് വരണ്ട. ഓക്കെ? ലെക്സി, ഇവൻ ആ കള്ളനല്ലേ? ഇവൻ കാരണമല്ലേ എന്നെ പോലീസ് Don't wanna sleep in, cause I got something to prove. I gotta